ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഈ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്ന ദിവസങ്ങളിലോ വരുന്ന മണിക്കൂറുകളിലോ ചിലപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനം ഉണ്ടായേക്കാം. കാതോർത്ത് എല്ലാവരും തന്നെ യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരും യു കെയിൽ വന്നിട്ടുള്ളവരും സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്നവരും PSWയിൽ നിന്ന് മറ്റു വിസകളിലേക്ക് മാറാൻ നിൽക്കുന്നവരും ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവരും എല്ലാവരും തന്നെ കാതോർത്തിരിക്കുന്ന ഈ നിയമമാറ്റം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ എംറസ് പൂട്ട് വീണേക്കാം. ആദ്യമായിട്ട് ഞാൻ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എന്നെ ഷെയർ ചെയ്യുക. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കുക. എംറസ് എടുക്കാൻ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കാം. സോ ഗൈസ്, നമ്മൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്തുകൊണ്ട് കാലത്ത് ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് റിമൈൻഡ് ചെയ്ത് തരാം. വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് വിസകളിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അടിയായിരുന്നു അന്ന് കൊണ്ടുവന്നിട്ടുള്ള നിയമമാറ്റം. സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിന്, കെയറേഴ്സിന് ഡിപ്പെൻഡൻസിന് സാലറി ത്രഷോൾഡ് ഉയർത്തുക, സ്റ്റുഡൻസിന് മറ്റൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാതിരിക്കുക, പല കാര്യങ്ങളും നിലവിൽ കൊണ്ടുവരികയും പറയുവാണെങ്കിൽ ലോക്കാക്കി നമ്മളെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അങ്ങനെ ലോക്കാക്കിയിരിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ആശ്വസിച്ച് ഋഷി സുനക് ഗവൺമെൻറ്റിനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇത്രയും കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന ഋഷി സുനക് ഗവൺമെൻറ്റിനെ നമ്മൾ പറഞ്ഞു വിട്ടു. എന്നാൽ പുതിയതായിട്ട് ലാൻഡ് സ്ലൈഡ് വിക്ടറിയുമായി വന്നിട്ടുള്ള നമ്മുടെ ലേബർ ഗവൺമെൻറ് അവരുടെ ആദ്യ നാളുകളിലും ഒരു നിയമമാറ്റങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർ വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ ഋഷി സുനക് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആ നിയമമാറ്റങ്ങൾ അതേക്ക് മേലെ ഞങ്ങൾ കൊണ്ടുവരും. അത് വെറും ഹെഡ്ലൈൻസ് എല്ലാം മാച്ച് കളയപ്പെടും. ഋഷി സുനകിൻ്റെ പേരിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇച്ചിരി ടഫായിട്ടുള്ള നിയമമാറ്റം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ലേബർ പാർട്ടി ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നതിന് മുമ്പും പല പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ മാനിഫെസ്റ്റോ വായിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുന്നിലോട്ട്. അപ്പോൾ എന്തായാലും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് കൂടുതലും നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പോകുന്ന വർക്ക് വിസ നിയമങ്ങളായിരിക്കും. അതായത് ഇപ്പം തന്നെ സാലറി ത്രഷോൾഡ് ബാധകമായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം 38,700 പൗണ്ട് ചില ജോലികൾക്ക് മാത്രം കൊടുത്താൽ മതിയാവും. എന്നാൽ ചില പ്രപ്പോസലുകളിൽ ഈ 38,700 പൗണ്ട് സാലറി എല്ലാ ജോലികൾക്കും കൊണ്ടുവരണം എന്നുള്ള പ്രപ്പോസലുകൾ പോയിട്ടുണ്ടായിരുന്നു. പ്ലസ് നമുക്ക് ഇവിടുത്തെ PR-ഉം സിറ്റിസൺഷിപ്പും അത് കൺസർവേറ്റീവ് പാർട്ടിയുടെ അത് വരില്ല എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. വൺസ് അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഇടയിൽ റിഫോം പാർട്ടിയുടെ ഒരു അപ്ഡേറ്റും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് എംപ്ലോയീസിന് നമുക്ക് ആവശ്യമാണ്, ബട്ട് അവർക്കൊരിക്കലും പെർമനൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കരുത്. അതായത് ദുബായിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള നമ്മൾ എത്ര വർഷം വേണമെങ്കിൽ വർക്ക് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാറ്റസും കിട്ടില്ല എന്നുള്ളത് അത് റിഫോം പാർട്ടിയുടെ ഒരു പ്രപ്പോസലായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രപ്പോസലുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ലേബർ പാർട്ടിയുടെ പ്രപ്പോസലിൽ ടെക്, എൻജിനീയറിങ് ഈ മേഖലകൾ, IT മേഖലകൾ ഇവിടെ നിന്നുള്ള എംപ്ലോയേഴ്സ് ഫോറിൻ വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളൊരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ നമ്മൾ മാക്കിൻ്റെ, അതായത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു ന്യൂസ് എൻ്റെ കണ്ണിൽ പെടാനായിട്ട് ഇടയായി. തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസയിൽ ഡിപ്പെൻഡൻസിന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏജൻസികളും യൂണിവേഴ്സിറ്റികളും ഇൻക്ലൂഡിങ് ഞാനടക്കം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡൻസിനെ ഇനി UK യിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. എന്നെ പോലെ തന്നെ അനേകം ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എംറസ് എന്നുള്ളൊരു കോഴ്സായിരുന്നു. ഓക്കെ, മാസ്റ്റർ ഇൻ റിസർച്ച് എന്നുള്ള ഇതിലൊരു കോഴ്സ്. അത് നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ഏജൻസി ഞങ്ങൾ ഒറ്റ വീഡിയോ ചെയ്തുള്ളൂ, ബട്ട് ഒരുപാട് പേര് അത് ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസുകളിൽ കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഹോം ഓഫീസ് പൊട്ടന്മാരല്ല. നിങ്ങൾ ലൂപ്പ് ഹോൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടച്ച് പൂട്ടപ്പെടും.
അതായത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എംറസ് കോഴ്സും ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. കാരണം ഈ വരുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഉണ്ടായേക്കാം എന്നുള്ളതാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പൂർണ്ണമായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ എംറസ് എന്നുള്ളൊരു കോഴ്സ് നമ്മുടെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ആരും നോക്കാതിരുന്നൊരു കോഴ്സ്, ഒരു സ്റ്റുഡൻസിനും ആവശ്യമില്ലാതിരുന്ന കോഴ്സ് ഇവിടെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു കോഴ്സ് എടുക്കാനായിട്ട് തയ്യാറായി. ആ ഒരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് UK വരാനായി തയ്യാറായി. നമ്മൾ വീഡിയോ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു കോഴ്സ്, എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാം എന്നുള്ള ചിന്തയിൽ കയറി വരുന്നവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. വന്നാൽ തന്നെ നിങ്ങൾക്ക് ആ കോഴ്സ് പാസ്സാവാൻ സാധിക്കില്ല. കോഴ്സ് പാസ്സായാൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ ഡിപ്പെൻഡൻസിനെ അലോ ചെയ്യും, അല്ലെങ്കിൽ PSW കിട്ടുള്ളൂ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുള്ളൂ. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ആ ഒരു കോഴ്സ് എടുത്ത് വരുന്നവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പറ്റുള്ളൂ. അങ്ങനെയാണ് അത് നടക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും അതിൻ്റെ ഭവിഷ്യത്തുകളും ഒന്നും പറയാതെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഒരിക്കലും ഇല്ലെങ്കിൽ ഒരാളും ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട്, ഈ പറഞ്ഞ സംഭവങ്ങൾ എന്താണെന്ന് അറിയാതെ കയറി വരാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുമില്ല. ബട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആ ഒരു കോഴ്സും ഇപ്പോൾ ഡിപ്പെൻഡൻസിനെ ബാൻ ചെയ്യാനായിട്ട് പോകുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുവാണെങ്കിൽ എംറസ് കോഴ്സിനും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഈ എംറസ് കോഴ്സ് പോലുള്ള കോഴ്സുകൾ ലൂപ്ഹോളാക്കി ആൾക്കാർ എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. PhD സ്റ്റുഡൻസിൻ്റെ അടക്കം ചിലപ്പോൾ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാം. PhD പഠിക്കാൻ വരുന്നവരുടെ ഡിപ്പെൻഡൻസിനെ പോലും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. പൂർണ്ണമായിട്ടുള്ള ബാൻ ആയിരിക്കും ചിലപ്പോൾ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഒരു സ്റ്റുഡൻസിനും, അതായത് PhD വരുന്നവർക്ക് പോലും ഡിപ്പെൻഡൻ്റ് കൊണ്ട്, അതായത് മുന്നേ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, PhD കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. എംറസ് ആരും നോക്കാത്തൊരു കോഴ്സായിരുന്നു. പക്ഷേ എംറസ് ലൂപ്ഹോളാക്കി എടുത്ത് പലരും റിസർച്ച് കോഴ്സിൻ്റെ പുറത്ത് UK ഡിപ്പെൻഡിനെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു ന്യൂസ് അനുസരിച്ചിട്ട് എംറസ് കോഴ്സിൻ്റെയും PhDൻ്റെയും ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കേസിൽ എല്ലാവരും കാതോർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് ഒരു പക്ഷേ ചെറിയ ചില ലോക്കുകൾ വന്നേക്കാം, ചെറിയ റെസ്ട്രിക്ഷൻസ് വന്നേക്കാം. ഇവിടെ ഷോർട്ടേജ് ഉള്ള മേഖലയിൽ മാത്രം. ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് വളരെ ലോ ഇൻകം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കെയർ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബുകളും കോഴ്സുകളൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മേഖലകളാണ്. സോ അങ്ങനെയുള്ള കോഴ്സുകളൊന്നും, അതായത് നമ്മൾ റൂമേഴ്സാണ് കേട്ടത്, ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുവാണെങ്കിൽ കറക്റ്റ് ആവാൻ സാധ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, UK വരുന്ന സ്റ്റുഡൻസിന് ഇനി നിങ്ങൾ പഠിച്ച മേഖലയിലല്ലാതെ മറ്റൊരു മേഖലയിൽ ജോലി എടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്നുള്ളത് തന്നെയാണ് ചില റൂമേഴ്സും ചില രീതിയിലുള്ള ന്യൂസുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്കകത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. അതിനകത്ത് ബാൻ ചെയ്യുന്നതിന് പകരം ഇന്ന കോഴ്സുകൾ എടുക്കുന്നവർക്ക് അവർക്ക് മാത്രമായിരിക്കും അതിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് വിസ കിട്ടൂല. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുത്തു, നിങ്ങൾ ഏതൊരു കോഴ്സ് പഠിച്ചു, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കെയർ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആവാൻ ചാൻസ് കുറവായിരിക്കും. റൂമേഴ്സാണ്, ഞാൻ ആരും തന്നെ പാനിക് ആവാനായിട്ട് പറയുന്നില്ല. റൂമേഴ്സ് ഒരിക്കലും സത്യമാവരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പറഞ്ഞ ന്യൂസിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് അനുസരിച്ചിട്ടും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ പോസ്റ്റ് സ്റ്റഡി, അത് മുന്നത്തെ സർക്കാർ ഉള്ള സമയത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കുന്നവർ ഈ ലോ സ്കിൽഡ് ജോബുകൾ ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഈ പറഞ്ഞ കൈൻഡ് ഓഫ് ജോബുകൾ ചെയ്യുന്നു എന്നുള്ളത്, അതിനുള്ളൊരു മാനദണ്ഡം ചിലപ്പോൾ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK ഇനി വരാൻ നിൽക്കുന്നവർ ഒന്ന് ചവിട്ടി പിടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിലിലെ നിയമങ്ങൾ എന്തെന്നറിഞ്ഞ് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ UK എടുത്തിട്ട് വരിക. ഏജൻസികളും പല പരസ്യങ്ങളും നിങ്ങളെ പല രീതിയിൽ ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ നോക്കും. നമ്മളും അഡ്വർടൈസ് നമ്മളും ചെയ്യുന്നുണ്ട്, നമ്മളും സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഞങ്ങളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിലിന് ശേഷം, അതായത് വിത്തിൻ വീക്സ് അല്ലെങ്കിൽ വിത്തിൻ ഹവേഴ്സിനകത്ത് അല്ലെങ്കിൽ ഡേയ്സിനകത്ത് ഈ ഒരു അപ്ഡേറ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക, അതിനുശേഷം നിങ്ങളൊരു കോഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് വേണോ തീർച്ചയായിട്ടും താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരാം. 1-to-1 ബുക്ക് ചെയ്യാനുള്ള ടോപ്പ് മേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തേക്ക് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും മാക്സിമം ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ പറയുന്നതല്ല, ഇപ്പോൾ ഈ ന്യൂസുകൾ നിങ്ങൾ വായിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുന്നവരൊക്കെ പോയി പണി നോക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഉള്ളതാണെങ്കിൽ വരും. വെയിറ്റിംഗ് ഫോർ ദ അപ്ഡേറ്റ്സ്. ഓക്കെ, സോ എന്തായാലും ഗൈസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്